ഹായ് ഓൾ, ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തെല്ലാം ആണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് എന്താ പറയുക, വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവണം നമ്മൾക്ക് കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ്. അപ്പോൾ എന്തെല്ലാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കേക്ക് എന്താ പറയുക, 2-3 കേക്ക് ഓർഡർ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെഡ്ഡിങ് കേക്കും ആണ് അന്നത്തെ ദിവസം ഓർഡർ ഉള്ളത് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി ഞാൻ കേക്കെല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ്. ഫൈനൽ കോട്ടിങ് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ സ്പഞ്ചസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുള്ളത്, പിന്നെ ഒരു ടോൾ കേക്ക് ഉണ്ട്, പിന്നെ നോർമൽ കേക്കും, പിന്നെ ഒരു 2 നോർമൽ കേക്കും, ഒരു ടോൾ കേക്കും, ഒരു വെഡ്ഡിങ് കേക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ക്രം കോട്ട് ചെയ്ത് വെക്കണുള്ളൂ. പിന്നെ അന്നത്തെ ദിവസം ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞാൽ ടയേർഡും എല്ലാം കൂടി ആയതുകൊണ്ടാണ് പിന്നെ ക്രം കോട്ടിങ് മതി എന്ന് വെച്ചത്. അല്ലെങ്കിൽ ഫൈനൽ കോട്ടിങ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല, കാരണം എല്ലാ കേക്കും മോർണിംഗിൽ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ. ഒരെണ്ണേ പിന്നെ നൈറ്റിലുള്ളൂ. അത് പിന്നെ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്താലും ഇപ്പോൾ ഓവർ തണുപ്പുള്ള സമയം അല്ലാത്തതുകൊണ്ട് ക്രാക്കൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. എന്നാലും ഞാനിപ്പോൾ ആ ഒരു ടയേർഡ് ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 കേക്ക് 9 മണിക്കാണ്, 9 മണി 10 മണി ആ ഒരു സമയത്തൊക്കെ അവർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് 6:30 ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം 9 മണിക്ക് ഹസ്ബൻഡിന് പോകണം അവരുടെ ഡ്യൂട്ടിക്ക്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ ഡെലിവറി ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് 2 പേരും നമുക്ക് അറിയുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു. പിന്നെ ഡെലിവറി ചാർജിൽ നമ്മൾ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ ചാർജിൽ കുറച്ച് കുറവ് വരും. അപ്പോൾ പിന്നെ അവർ ഓക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഡെലിവറി ചെയ്തു. 6:30 സംഭവം 2ഉം റെഡിയാക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമുക്കൊരു വെഡ്ഡിങ് കേക്കാണ് വന്നിട്ടുള്ളത്. അത് ആ കസ്റ്റമറിന് 9 മണിക്ക് കയ്യിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിങ്ങും അതുപോലെ ഫൈനൽ കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ താഴെ, ഇത് നമുക്ക് വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ, അന്നത്തെ ദിവസത്തെ കേക്കാണ് കേട്ടോ. സാധാരണ നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റുഡൻസ് കേക്ക് കൊണ്ടുപോകാറുണ്ട്, പീസാക്കിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ ആ കുട്ടി കുറച്ച് ലോങ്ങിൽ നിന്ന് വന്നതും പിന്നെ ബസ്സിനൊക്കെ ആയതുകൊണ്ട് അവർ പറഞ്ഞു കട്ട് ചെയ്യണ്ട, പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ അവർക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സൺഡേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് വെഡ്ഡിങ് കേക്കിന് ഓർഡർ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റേറ്റൊക്കെ കുറച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റുഡൻറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സെയിലാവുകയാണെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് തന്നെ കുറച്ച് ക്യാഷ് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും എൻക്വയറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ അന്നത്തെ ദിവസം വെഡ്ഡിങ് കേക്കുള്ള ടീമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെന്നുള്ളത്. കാരണം അവർക്ക് വലിയ കേക്കായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തോട്ടെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അവർക്ക് പിങ്ക് കളർ വേണ്ട, വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ കേക്കിൻ്റെ താഴെയുള്ള ഡമ്മി നമുക്ക് ആ കേക്കിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഡമ്മി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ കേക്കിനെ സ്റ്റാക്ക് ചെയ്തതെല്ലാം മാറ്റിയിട്ട് ഡമ്മിനെ മാത്രമാണ് നമുക്കിപ്പോൾ വേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ കേക്കും നല്ലോണം സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റാക്കിങ്ങിന് ചെയ്തത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ടയർ ഒന്നും കേടുവരാതെ ഓരോ കേക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൈ വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ടുള്ളത് നമുക്ക് ഇപ്പം ഇത് സെയിലിനൊന്നും ഉള്ളതല്ല, കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതല്ലേ, അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കേക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാറാണ്. ചിലപ്പോൾ ഇതുപോലെ ചോദിക്കും, ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പീസാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്തു വിടാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കേക്കെല്ലാം ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ താഴെയുള്ള ഡമ്മിയാണ് നമുക്കിനി ആവശ്യമുള്ളത്. അപ്പോൾ 2 ഡമ്മി ജോയിൻ്റ് ചെയ്തിട്ടാണ് കേട്ടോ അത്രയും ഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് 2 ഡമ്മി തമ്മിൽ ജോയിൻ്റ് ചെയ്തത് ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ഐസിങ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ ഡമ്മിമെന്ന ക്രീമൊക്കെ മാറ്റി ഇപ്പോൾ ഇതാ ഐസിങ് ചെയ്ത് കഴിഞ്ഞു. തലേ ദിവസം ക്രം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിനെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ടോപ്പിൽ 2 kg കേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. താഴെ ഭാഗത്ത് ഡമ്മിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ചൊരു ഹൈറ്റ്, ഈ AR എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു റിങ്ങും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞു. ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവർ വെക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കേക്കും കൂടി അവർ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതായത് ഓവർ ഹൈറ്റ് കൊടുക്കാത്തത് കേട്ടോ. ഞാനിതിൻ്റെ ടോപ്പിലൊരു കേക്ക് കൂടി വരാനുള്ളതല്ല.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കേക്കാണ് ഇനി ടോപ്പിൽ വെക്കാൻ കഴിയുള്ളൂ കേട്ടോ, വെക്കുകയാണെങ്കിൽ ചെറുത് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെ സെറ്റാണ്, സംഭവം ചെറിയ കേക്കാണ് ഉണ്ടാക്കിയിരിക്കണതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഡെലിവറിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 9 മണീൻ്റെ മുന്നേ തന്നെ നമ്മൾ ഡെലിവറി ചെയ്തു. അങ്ങനെ ഇതിൽ സ്പാച്ചുല ഡിസൈന് സിമ്പിളായിട്ടുള്ള തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് ഫ്ലവർ വെച്ചിട്ടാണ് അവർ ഡെക്കറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ക്ലീനിങ് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ വൈകിട്ട് പിന്നെ കേക്ക് കൊടുക്കാനുള്ളൂ, ഒരു കേക്ക് അത് ഫൈനൽ കോട്ടും ചെയ്ത് വെച്ചു കൂട്ടാ. ഇനിയിപ്പോൾ അതിൽ ഒരു മിക്കി മൗസിൻ്റെ ഫോട്ടോ വെക്കാനും കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു 1 വീക്കായിട്ട് ഇപ്പം ഫുൾ വർക്കായതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ വർക്കൊക്കെ അന്നത്തെ പണിയെല്ലാം കഴിച്ചിട്ട് വേഗം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 10 മണിയാകുമ്പോഴാണ് 9:30-10 മണിക്കാണ് ഈ വെഡ്ഡിങ് കേക്ക് കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു, എടോ കേക്ക് ചെരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാറുണ്ട് കേക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഡെലിവറി ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേക്കിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല, നല്ല കറക്റ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കേക്ക് സെറ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കേക്ക് സെറ്റായിട്ട് ആണല്ലോ തന്നത്, ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ആണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്നാണല്ലോ ഹസ്ബൻഡ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്തുനിന്ന് പറ്റിയതാണെന്ന് പറഞ്ഞു കസ്റ്റമർ. അപ്പോൾ അതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മുകളിൽ കേക്ക് വെക്കുന്ന സമയത്ത് ഓവർ വെയിറ്റ് ആയിട്ട് കേക്ക് താഴെയുള്ള കേക്ക് ചെരിഞ്ഞിട്ട് പോയി, അതങ്ങോട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. ഈ കേക്ക് ഞാൻ അങ്ങോട്ട് തന്നെ കൊടുത്തു വിടാം, നിങ്ങൾ അതൊന്ന് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, നിങ്ങൾ കൊടുത്തു വിട്ടോളൂ, കാരണം ഒരു ഫംഗ്ഷൻ നമ്മൾ ശരിയാക്കി കൊടുക്കട്ടെ, അവരെ വീട്ടിൽ തന്നെയുള്ള ഫംഗ്ഷൻ അല്ല, അവർ ചെറുതായി കേക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ, ഫംഗ്ഷൻ അല്ല. അപ്പം നമ്മളത് ഒരു നല്ലപോലെ ആക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് വിട്ടോ, ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വിടാം, റെഡിയാക്കിയിട്ട് വൈകിട്ടാണ് കേക്ക് കട്ടിങ് വരുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ അവർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ആ ഫ്ലവറും കാര്യങ്ങളും പിന്നെ അവർ വെച്ചിട്ടുള്ള കേക്കും ഉണ്ടാക്കിയിട്ടുള്ള കേക്കൊക്കെ അതിൽ വെച്ചിട്ട് സെറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവർക്ക് പ്രോഗ്രാമിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 9 മണിക്ക് തന്നെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുള്ളത് കൂട്ടാ. അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് വിടാം, തിരിച്ച് വരുന്നതിൻ്റെ ഫുൾ ചാർജ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. വണ്ടിയിലാണ് വിടണമെങ്കിൽ വണ്ടീൻ്റെ ഫുൾ ചാർജ് കൊടുക്കണം, അത്രേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അതിൻ്റെ കൂടെയുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു വിടാം, നിങ്ങൾ എന്തായാലും അടിപൊളിയാക്കിക്കോളി, സെയിം കളർ തന്നെ വേണമെന്നൊന്നുമില്ല, മാക്സിമം ഭംഗിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഹൈറ്റ് ഉണ്ടായിക്കോട്ടെ, ഇപ്പോൾ 2 kg അല്ല, അതൊരു 3 kg ആയിക്കോട്ടെ, 3 ലെയർ മുകളിൽ വന്നോട്ടെ, ഡമ്മിൻ്റെ മുകളിൽ 3 ലെയർ കൂടി വന്നോട്ടെ എന്നും പറഞ്ഞു കേട്ടോ, അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ കാണാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെയും ചാർജ് കൂടും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഓട്ടോയിലാണ് കേട്ടോ എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ സാധനം ഞാൻ പറഞ്ഞില്ല എന്നോട്. പോയിക്കാം. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ എൻ്റെ കിളി പോയ അവസ്ഥയാണ് കേട്ടോ, കാരണം ഇതായിരുന്നു എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥ. പക്ഷെ അവരെടുത്തുനിന്ന് ഇത്രയും തന്നെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ, കാരണം അവർ ഓട്ടോയിൽ വിട്ടപ്പോൾ ആ ഓട്ടോന്ന് കുറച്ചുകൂടി കംപ്ലൈൻറ്റ് വന്നതാണെന്ന് പറഞ്ഞു. ഇത് ഞാനൊരു ഈ ഒരു കസ്റ്റമറിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലാങ്കിൽ മറ്റുള്ള രീതിയിലോ അല്ല ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരു കേക്ക് കേട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. പിന്നെ കേക്ക് ഈ ഒരു രൂപത്തിൽ കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. പിന്നെ അതുപോലെ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ടൈമില്ല. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10:45 ആ ഒരു സമയത്തേക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കയ്യിൽ. ഏകദേശം ഒരു 11 മണിയെന്ന് പറയാം. ഈ വീഡിയോ എടുക്കലും എല്ലാം കൂടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അവിടെ 11 മണി മുതലേ ടൈം വന്നിട്ടുള്ളത്. അതൊരു 5:30 ആകുമ്പോൾ ഡെലിവറി ചെയ്യണം. 5:30ക്ക് വണ്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം കൊണ്ടുപോകണം, അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ഈ കേക്കിനെ ഞാനിങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ബോക്സിൽ നിന്ന് മാറ്റിയിട്ടുള്ള അവസ്ഥ ഒക്കെ എന്താണെന്നുള്ളത് കാണണം. ഡമ്മിയൊക്കെ ഞാൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്യട്ടെ. പിന്നെ
ഇങ്ങനെ ടയർ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോയിൽ ഡെലിവറി ചെയ്യുന്ന ആളാണ്. എപ്പോഴും ടയർ കേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ 2 ടയർ മാത്രമേ നമ്മൾ മാക്സിമം നമുക്ക് ഓട്ടോയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. 3 ടയർ ഒരിക്കലും ഓട്ടോയിൽ ഡെലിവറി ചെയ്യരുത്, സേഫ് അല്ല. അതിനിപ്പോൾ നമ്മൾ കൂടെ ഇരുന്നാൽ പോലും ഓട്ടോയിൽ 3 ടയർ സേഫ് അല്ല. അതിൻ്റെ ബോക്സ് ഓട്ടോയിൽ ഇരിക്കില്ല. പിന്നെ സീറ്റിലാണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞിട്ടായിരിക്കും. ഇനിയിപ്പോൾ ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പിടിച്ചാൽ സീറ്റിൽ നിന്ന് താഴോട്ട് വീഴും. അപ്പോൾ ഇത് ഒരു സീറ്റിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓട്ടോക്കാർക്ക് അറിയില്ലല്ലോ അതെങ്ങനെയാണ് അതൊന്നും ഇവിടെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല പറയണതെന്ന് പ്രത്യേകം ഞാൻ പറയണം കേട്ടോ. കാരണം നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യണ സമയത്ത് ഓരോ കമൻസ് വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോയിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുകയാണ് 2 ടയർ മാത്രമേ ചെയ്യാവുള്ളൂ, 2 ടയർ മാത്രമേ ചെയ്യാവുള്ളൂ. 3 ടയർ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് മാക്സിമം നമ്മൾ കാറിൽ കൊണ്ടുപോവുക, അതേ സേഫായിട്ടുള്ളൂ. താഴെ വെച്ചിട്ട് കൊണ്ടുപോവുക, മടിയിൽ വെക്കരുത്, താഴെ തന്നെ വെക്കുക. അവന് ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ ബോക്സിലേക്ക് മുകളിലുള്ള കേക്കില്ലേ, അവർ വെച്ചിട്ടുള്ള കേക്ക് ഫുള്ള് അങ്ങോട്ട് ചെരിഞ്ഞതാണ് കേട്ടോ ബോക്സുമ്മക്ക്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിലുള്ള കേക്കും കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്. താഴെയുള്ള കേക്കിനും ഡമ്മിക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ മുകളിലത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അത് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മുകളിലത്തെ 2 കേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മുകളിലത്തെ അതായത് താഴെന്ന് മൂന്നാമത്തെ ടയർ ഞാൻ ചെയ്തിട്ടുള്ള ആ ടോപ്പിലുള്ള കേക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും മുകളിലത്തെ കേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അത് ഫുള്ള് അതിൻ്റെ ആ ഒരു എന്താ പറയുക, കേക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോണ അവസ്ഥയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ പറ്റിയിട്ടുള്ള തോന്നണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുകളിലുള്ള കേക്കിനെ ഒന്ന് മൂവ് ആക്കിയിട്ടുണ്ടോ എന്ന് സംശയം കേട്ടോ. കാരണം നമ്മൾ സ്റ്റാക്ക് ചെയ്ത പോലെ അല്ല പിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പലതും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് ആ വോയിസ് ഒന്നും അവിടെ ഇടാൻ വയ്യ. കാരണം ഞാൻ അത്യാവശ്യം പ്രഷറിലാണ് നിൽക്കുന്നത്. എനിക്കത് കണ്ടിട്ടുള്ള ടെൻഷനും സമയം നമ്മളെ മുന്നിലില്ല. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതിൻ്റേതായ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഉറക്കമൊഴിക്കല്ല, ഒരാഴ്ചയായിട്ട് വർക്ക് കൂടുതലായതിൻ്റെ ടയേർഡാണ്. ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് വരുമല്ലോ. ആ പ്രഷറിൽ ഞാൻ അവരായിട്ട് റോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടി പറയാം കസ്റ്റമറോട്. പിന്നെ ഇതൊക്കെ കൈ വെച്ചിട്ടൊക്കെ എടുക്കണുണ്ട്. കാരണം ഇതൊന്നും നമ്മളിനി യൂസ് ചെയ്യണില്ല. ഈ കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണില്ല, അതുകൊണ്ട് കൈ വെച്ചിട്ട് എടുക്കണം. പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വന്നിട്ട് നമ്മൾ പ്ലാൻഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻ അല്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു ഇതാണ് ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പോയി റെഡിയായി വന്നിട്ട് ഫ്രഷായി വന്ന് ഗ്ലൗസൊക്കെ ഇട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ട് എടുക്കണ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അതും കൂടി ഞാൻ പറയാം. അപ്പോൾ കേക്കിനപ്പോൾ എടുക്കണം. അപ്പോൾ ഇത് വെയിറ്റുള്ള കേക്ക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു കേക്കും ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് അതിനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സെറ്റായ കേക്ക് ആയതുകൊണ്ടാണ് നമുക്കിതുപോലെ എടുത്തിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റണത്. അപ്പോൾ കേക്ക് സെറ്റാവാത്ത പ്രശ്നം ഒന്നുമല്ല, മുകളിലത്തെ ആ കേക്കിൻ്റെ കുഴപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കേക്കും ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിട്ടില്ലേ, ഈ ഒരു കേക്കും താഴെയുള്ള ഡമ്മി മാത്രമേ നമുക്കിപ്പോൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ക്രീമെല്ലാം മാറ്റണം. പിന്നെ അതുപോലെ എന്താ പറയുക, ക്രീം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതേപോലെ താഴെ ഡമ്മിൻ്റെതും ഒന്ന് ഐസിങ് ചെയ്തിട്ട് എന്താ പറയുക, ക്രം കോട്ട് ചെയ്ത രീതിയിലാക്കുക. എന്നിട്ട് പിന്നെ അത് സെറ്റായതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇത് രണ്ടും ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ ബാക്കി ഈ കേക്കുമെന്ന് എടുത്തിട്ടുള്ള ക്രീമെല്ലാം, അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. കേക്കുമെന്ന് എടുത്തിട്ടുള്ള ക്രീം അത് ഈ ചെയ്യണ കേക്കിൻ്റെ തന്നെ ക്രം കോട്ടിങ്ങിനൊക്കെ എടുക്കും കേട്ടോ. കാരണം അത് ഐസിങ്ങിൻ്റെ കേക്കിൻ്റെ ലെയറിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് മെൽട്ടാവണ വിഷയം വരും. അപ്പോൾ ട്രാവലിങ്ങിൽ ബുദ്ധിമുട്ട് വരും. പിന്നെ നമുക്ക് ഇത് എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഇരുന്നിട്ട് സെറ്റ് ആവണം, എന്നാലേ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 4 ടയർ കേക്കാണ് വന്നിട്ടുള്ളത്, താഴെ ഡമ്മിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം സെറ്റായാൽ മാത്രമേ നമുക്ക് സ്റ്റാക്ക് ചെയ്യലും സേഫായിട്ട് ഡെലിവറി ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് താഴത്തെ കേക്ക് മാത്രമേ നമുക്ക് ഈ ഡമ്മിയും താഴെയുള്ള ഈ ഒരു കേക്കും മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ബാക്കി 2 കേക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുകളിലേക്ക് 2 കേക്ക് ചെയ്യണം. സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് വേണം. സ്പഞ്ച് എൻ്റെ അടുത്ത് ഒന്നേ ഉള്ളൂ, 1/2 kg. അത് ഉണ്ടാവില്ല. അവർക്ക് ഈ ഒരു കേക്കും ഇനിയും ഹൈറ്റ് കിട്ടിയാൽ സന്തോഷം എന്നാണ് പറയുന്നത്. 2 kg കേക്കാണ് നമുക്ക് ഓർഡർ തന്നിരുന്നത് കേട്ടോ. ഇപ്പോൾ അവർക്കത് കുറച്ചുകൂടി kg കൂട്ടിയിട്ട്, അതായത് 3 kg ആക്കിയിട്ട്
ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കണം, ക്രം കോട്ട്, സ്പഞ്ച് ചൂടാറണം, മെയിൻ സ്റ്റെപ്പുകളാണത്. പിന്നെ ക്രം കോട്ട് ചെയ്ത് വെക്കണം, സ്റ്റാക്ക് ചെയ്യണം, സെറ്റ് ആവണം, പല പരിപാടികളുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ടൈം കറക്റ്റ് 11:47 ഇട്ടാം. 5:30 വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നോക്കുക, മാക്സിമം എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ ട്രൈ ആക്കിയിട്ട് അവരെ കസ്റ്റമർ ഹാപ്പി ആവട്ടെ. നമ്മൾ ചായ പോലും കുടിച്ചിട്ടില്ല, അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ഉച്ചക്കുള്ള നല്ല ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ഒരു റൈസ് വേണ്ട, നെയ്ച്ചോറ് ഉണ്ടാക്കാച്ചിട്ടായിരുന്നു. സൺഡേ അല്ലേ, മക്കളുള്ള ദിവസമാണ്. എനിക്കറിയില്ല എന്താവുമെന്ന്. എന്തായാലും ഇന്നത്തെ ഫുഡും പുറത്ത്, ഇപ്പോൾ 2-3 ദിവസമായി പുറത്തത്തെ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണില്ല, എല്ലാം ലൈവായിട്ട് തന്നെ ആവട്ടെ കേട്ടോ. ഒരു ക്രീം എടുത്തിട്ട് പുറത്തേക്ക് വെച്ചാ ഉണ്ടാക്കണം. അല്ലാതെ അതിപ്പോ എന്താ ചെയ്യും? വേറെ അത് എണ്ണിക്കണം. നമുക്ക് ക്രീം ഒന്ന് ഫ്രിഡ്ജിൽ തന്നെ കയറ്റും. ഏത് ആദ്യം വെച്ചിരുന്നു കേട്ടാ, ആ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാണ്. അത് കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാ എല്ലാം. ഇപ്പൊ എടുത്ത് ഈ പുറത്തേക്ക് വെച്ചില്ലേ ഫ്രീസറിൽ നിന്ന്, അത് പുറത്തേക്ക്. ആദ്യം വെച്ചിരുന്നത് ഫ്രിഡ്ജിലേക്ക് എടുത്തിട്ട്, ഫ്രിഡ്ജിൽ താഴത്തേക്ക്. ഇനി കുറച്ച് നേരത്തിന് ആരും കണ്ടു വരരുതേ. ഇനി ഡമ്മിയും റെഡിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡമ്മിമേലും കുറച്ച് ക്രീം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് കൂളാവട്ടെ. ക്രീം കൂളായാൽ തന്നെ അതിലേക്ക് പെട്ടെന്ന് ക്രീം നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ പിടിച്ചോളും. അപ്പോൾ ഇതിനെ ഫ്രീസറിൽ കയറ്റുകയാണ്, സെറ്റ് ആവട്ടെ നല്ല. ബാക്കി കേക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ക്രീം നമുക്ക് അതിൻ്റെ ഇനി കേക്ക് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുക്കാം.
ഇനിയിപ്പോൾ അതിനകത്ത് കൊടുത്തിട്ട് ഇനി മെൽറ്റാണ് വിഷയം വരും, വേണ്ട, അത് വേണ്ട. അപ്പോൾ ഇത് ഇനി ഫ്രീസറിലേക്ക് കയറ്റാം. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ 1 kg അല്ല 2 kg കേക്ക് ചെയ്തതാണ്. അതിൽ നിന്ന് മുകളിലത്തെ കേക്കാണ് പോയിട്ടുള്ളത്. താഴെ ഒരു 1.5 കിലോ കേക്ക് ഏകദേശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ 1.5 കിലോ കേക്കാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ 3 kg ആണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ നമുക്ക് 8 ഇഞ്ച് കേക്കാണ് ഇപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലോ. ഡമ്മി 10 ഇഞ്ച് പിന്നെ 8 ഇഞ്ച്. ഇനി അതിൻ്റെ മുകളിലേക്ക് 6 ഇഞ്ചും 4 ഇഞ്ചും ആണ് വേണ്ടത്. അപ്പോൾ ഒരു 1.5 kg ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ 8 ഇഞ്ചിൻ്റെത് ഒന്നുകൂടി ഹൈറ്റ് കൂട്ടും ചെയ്യാം. ആ രീതിയിലാണ് കേട്ടോ ഇപ്പോൾ പ്ലാനിങ്. അവർ എന്തായാലും അവിടെ ഒന്ന് ഹൈറ്റ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 kg ആകുമ്പോൾ പിന്നെ ഓൾറെഡി നമ്മൾ അവിടെ ഹൈറ്റ് കൂട്ടണമല്ലോ, അല്ലെങ്കിൽ അത് കാണാൻ ബോറായിരിക്കും. അപ്പോൾ പിന്നെ താഴത്തെ രണ്ടാമത്തെ ലെയറും ഒന്ന് ഹൈറ്റ് കൂട്ടണം. ഒരു ലെയറിന് അവിടെ കൊടുക്കും. പിന്നെ 6 ഇഞ്ചായിട്ടും 4 ഇഞ്ചായിട്ടും ഓരോ കേക്കും ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ 3 kg ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കേക്കിൻ്റെ ടയറും ഒരേ ഹൈറ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ അയച്ച് പണിയുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഏച്ചുട്ടിയെ മുഴച്ചിരിക്കും എന്ന് പറയുന്നത്, അതേപോലെയാണ്. പിന്നെ നമ്മൾ അവിടെ ഏച്ചുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു മുഴച്ചിരിക്കുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റണത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിൽ ക്ലയൻറ്റിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ. കാരണം വീട്ടിലത്തെ ഫംഗ്ഷൻ ആകുമ്പോൾ അവർക്കും അവരുടെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ബിസി കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് കേക്ക് ചെയ്യണം. പിന്നെ കസ്റ്റമേഴ്സിന് പൊതുവേ ഏറ്റവും വലിയ കേക്ക് വേണം വെഡ്ഡിങ്ങിന് എന്നുള്ളത് ആഗ്രഹിക്കണവരായിരിക്കും ഒരുപാട് പേര്. പക്ഷേ ബഡ്ജറ്റ് കൊണ്ട് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റാതാകുമ്പോഴാണ് അവർ ആ ടയർ കുറച്ചിട്ട് ചെറിയ കേക്കാക്കിയിട്ടും ഡമ്മി ആക്കിയിട്ടും ചെയ്യണതല്ല. അപ്പോൾ അതേപോലെ ഇവരും ആഗ്രഹിച്ചു വലിയ കേക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും അവർ ചെയ്തൊരു കേക്ക് മുകളിൽ വെക്കണം എന്ന്. അതാണ് അവിടെ സംഭവിച്ചത്. നമുക്ക് അവരെയും കുറ്റം പറയാൻ വയ്യ. പിന്നെ എല്ലാം ഒരു സമയത്തിൻ്റെ വിധിയായിട്ട് നമുക്ക് കൂട്ടാം, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഈ ലെവലിലാണ് ഇപ്പോൾ കേക്ക് ഞാൻ ചെയ്യുന്നത്. 8 ഇഞ്ച് 6 ഇഞ്ച് 4 ഇഞ്ച് ഇട്ടാം. അപ്പോൾ 8 ഇഞ്ചിൽ ഒരു ലെയറിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. പിന്നെ 6ലും 4ലും. അപ്പോൾ 1.5 kg 5 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്റർ ഞാനവിടെ റെഡി ആക്കുന്നുണ്ട്. അത് റെഡിയായി വന്നതിൻ്റെ ശേഷം അത് റെഡി ആവണം. പിന്നെ അതുപോലെ എന്താ പറയുക, അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ പരന്നതൊക്കെ കഴുകി വെക്കണം. അങ്ങനെയുള്ള പ്ലാനിങ് ആണ്. ഓരോന്നും പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കൊന്നും കൂടി ഈസി ആയിരിക്കും. പിന്നെ പൊതുവെ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാമെന്നാണല്ലോ. അപ്പോൾ എൻജോയ് ചെയ്യുക അതന്നെ. അപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ പീസാക്കിയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലെവലിൽ കട്ട് ചെയ്യാനൊന്നും നേരമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഏകദേശം സൈസാക്കിയിട്ടുള്ള പീസും കൂടി അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റായാൽ മാത്രമേ നമുക്കിതിനെ ഡെലിവറി സേഫായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് ടൈം കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ സെറ്റാവാഞ്ഞാൽ പിന്നെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അത് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വീണ്ടും അത് ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വന്ന മിസ്റ്റേക്കായിട്ട് മാറും. അപ്പോൾ പിന്നെ അത് എന്താ പറയുക, വിഷയം മാറിപ്പോകും. പിന്നെ അതുകൊണ്ട് അതങ്ങനെ പോട്ടെ. വീടൊന്നും ലെവൽ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ഓവണിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുന്ന ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും. ഇടയ്ക്കല്ല എപ്പോഴും. കാരണം ഓവൺ ഓണാക്കി നമ്മൾ പോവും, അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ എനിക്കൊരു പേടിയാണ് ഇതിങ്ങനെ എന്തെങ്കിലും കയറിയിരിക്കണോ എന്നുള്ളൊരു പേടി വരും. അപ്പോൾ ഞാൻ എപ്പോഴും ഓപ്പൺ ചെയ്തിട്ട് അതവിടെ ഓണാക്കിയിടുള്ളൂ കേട്ടോ. പിന്നെ ഇതവിടെ റെഡി ആവട്ടെ, അല്ല ഇതാവട്ടെ, എന്താ പറയുക, ചൂടാവട്ടെ. ഇതൊക്കെ ഡിഷ് വാഷറിൽ നിന്നും അവിടെ ക്ലീൻ ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ്, അതൊക്കെ എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റാണ് ഇതൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ക്ലീനിങ് ഏകദേശം ഒരുവിധം ആയപ്പോഴാണല്ലോ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ വെച്ചു. പിന്നെ ചായ റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇതൊന്ന് ഇതാക്കട്ടെ. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉഷാറ്. കടിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഭക്ഷണത്തിനേക്കാളും പ്രധാനം ഈ ഒരു സാധനമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇത്
മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചിലർ പറയും മധുരം ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കണം. മധുരം ഇട്ടിട്ടില്ല. ഒരു ചായ ഏറ്റവും ഒന്നോ രണ്ടോ ചായ മധുരമുള്ളത് കുടിക്കും, പിന്നെ ബാക്കിയുള്ളതൊക്കെ മധുരമില്ലാതെയാണ് കുടിക്കുക. അപ്പം മധുരമില്ലാതെ വലിയ രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും കുടിക്കും. ഇതൊരു ലെയർ കൂടി അവർ കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൽ കൊടുത്തു. പിന്നെ ഇത് ഏറ്റവും ടോപ്പിലുള്ളത് അതും ഒരുപാടൊന്നും അങ്ങോട്ട് വേണ്ട. ഇത് ലെവൽ ചെയ്യണേ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ടോട്ടൽ 1.5 kg ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 5 egg വെച്ചിട്ട് ചെയ്തിട്ടുള്ള ടോട്ടലായിട്ടുള്ള വെയിറ്റ് ആണ് 1.5 kg. താഴെ നമുക്ക് 1.5 kg വേറെ ഉണ്ട്. അതിലേക്ക് ഇതുകൂടി വരും ആ ഒരു കേക്കിൻ്റെ കൂടെ. പിന്നെ ഇത് രണ്ടെണ്ണം അതിൻ്റെ മുകളിലേക്ക്. ഇനി എന്താ പറയുക, ക്രീം ബീറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഐസിങ് കാര്യങ്ങളുണ്ട്. ചൂടാറട്ടെ ഫസ്റ്റ് ഇട്ട്. നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ക്ലീനിങ്. ഇവിടെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ടൈം എന്ത് കച്ചറ ടൈം വന്നിട്ടുള്ളത് ഇപ്പോൾ 1:15 കേട്ടോ ടൈം. അപ്പോൾ 5:30 നമുക്ക് ഇഷ്ടംപോലെ ടൈം മുന്നിലിപ്പോൾ ഉണ്ട്. പെട്ടെന്നാകുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള. പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് ഒരു ഷോക്ക് പോലെ കയറുമല്ലോ. അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേയൊക്കെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒന്ന് അലമ്പാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കിടക്കും. അപ്പോൾ മാക്സിമം മക്കളോട് പറയല് വൃത്തിയാക്കിയിടേയും എന്നാണ്. പിന്നെ ചെറിയ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ട് ടേബിളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് പണികളേ ഉള്ളൂ. ഫുൾ ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 വീക്ക് പിന്നെ ഒരു വലിയ ജോലികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനിടയ്ക്ക് വലിയ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കേക്ക് ചൂടാറിയതിൻ്റെ ശേഷം ഇനി ഐസിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കില്ലേ, അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ക്രീം കൊടുത്തു. 8 ഇഞ്ചിലുള്ള കേക്കിൻ്റെ ഒരു മുകളിലായിട്ട്. എന്നിട്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്തിട്ട് ഒരു ലെയർ വെച്ച് കൊടുക്കണം. അത് കട്ട് ചെയ്യണില്ല കേട്ടോ. കട്ട് ചെയ്തിട്ട് പിന്നെ ക്രീം വരുമ്പോൾ ഒരുപാട് ഹൈറ്റ് വരും. പിന്നെ സ്റ്റാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്യാതെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് വെറ്റ് ചെയ്യണില്ല. വെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ടൈം നമുക്ക് ഓവർനൈറ്റ് ഇരിക്കണ കേക്കാണെങ്കിൽ വിഷയമില്ല. അത് നല്ലോണം സെറ്റായിട്ടുണ്ടാകും. ഇതിപ്പോൾ അങ്ങനെ ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അത് ശ്രദ്ധിച്ചിട്ടേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രീം എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീമില്ലേ, മറ്റേ ഡമ്മിമെന്നല്ല മറ്റേ ഇതിമെന്നൊക്കെ മാറ്റിയിട്ടുള്ള ആ ക്രീമാണ് കേട്ടോ ഈ എടുത്തിട്ടുള്ളത്. കേക്കുമെന്ന് മാറ്റിയതാണ്. ഡമ്മിമത്തെ ക്രീം നമ്മൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഒരു നൂല് പോലെയുള്ള സംഭവം അതിലുണ്ടാവും, ആര് പോലെയുള്ള. അത് പിന്നെ നമുക്ക് ഫുഡിലൊക്കെ വരും. അപ്പോൾ അത് വായലൊക്കെ ആവും. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആ ഒരു ലെയർ കൂടി വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ക്രം കോട്ട് ചെയ്യല്ലേ, ഫുള്ള് ഫിനിഷിങ് ചെയ്യണില്ല. അതൊന്ന് സെറ്റായതിൻ്റെ ശേഷം, ഇപ്പം നമ്മളൊരു ലെയർ വെച്ചിട്ടല്ലേ ഉള്ളൂ, അതൊന്ന് സെറ്റാവട്ടെ. സെറ്റായതിൻ്റെ ശേഷം ഇനി അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഫ്രീസറിലേക്ക് വെക്കട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ക്രീമും ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രീം ബീറ്റ് ചെയ്തത് ഓൾറെഡി പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഐസിങ് ഒന്നും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ടും ഫിനിഷിങ് പോകാൻ പാടില്ലല്ലോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ തന്നെ ഒരു ക്രീം എടുത്ത് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്തത് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇനി വർക്ക് വരുന്നില്ല, അപ്പോൾ അതിന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ഡമ്മിയാണ്. പിന്നെ ഫ്രീസറിലെല്ലാം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഫ്രീസറിന് എന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കണം, അതൊന്നും ശ്രദ്ധിക്കണ്ട. ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാത്തതുകൊണ്ട് എല്ലാം അങ്ങനെ കാണാം. വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതെല്ലാം സത്യസന്ധമായിട്ട് പറയണമല്ലോ. അപ്പോൾ റിയലും രണ്ടും രണ്ടാണ്. അപ്പോൾ അത് ഫൈനൽ കോട്ടിങ് ചെയ്യണം. ഇത് പിന്നെ ഡമ്മി നമ്മൾ ഓൾറെഡി ഐസിങ് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമാണ്, നല്ല തിക്കായിട്ടുള്ള ക്രീമല്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാനും കൂടി പറ്റണുണ്ടേ. പിന്നെ എന്താണ് ഡമ്മി ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, വെയ്റ്റ്ലെസ് അല്ലേ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക ഫിനിഷിങ് ചെയ്താൽ മതി. പിന്നെ ഞാൻ അവർക്ക് പിന്നെ ആ സെയിം അവർ തന്നിട്ടുള്ള സെയിം ഡെക്കറേഷനൊന്നും വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളർ അതൊന്നും വേണ്ട, നിങ്ങൾ മാക്സിമം ഭംഗിയാക്കിക്കോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടൈമിനനുസരിച്ച് റെഡി ആക്കിക്കോളാണ് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വെച്ചു. വൈറ്റും റെഡും കോമ്പിനേഷൻ, വൈറ്റും റെഡും ഫ്ലവേഴ്സാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിക്സ്ഡ് തീമിലായിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്ലെയിൻ വൈറ്റ് കേക്കും റെഡും വൈറ്റും ഫ്ലവേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ഇനിയിപ്പോൾ കളറൊക്കെ കൊടുത്തിട്ട് അതൊരു ഒന്ന് ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ ആ പക്ക അതിൻ്റെ ആ ഒരു അവർ തന്ന സെയിം മോഡൽ തന്നെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിൻ്റെ സ്റ്റിക്ക്, ആ നെയിം ചെയ്തതിൻ്റെ റിങ്ങില്ല, അതൊക്കെ പിന്നെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് വെക്കാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം പറ്റണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ സ്ക്രാപ്പർ ഡിസൈൻ സൈഡിൽ കൊടുക്കുക, എല്ലാ കേക്കിനും അതന്നെ കൊടുക്കാം. പിന്നെ ബാക്കി അപ്പോൾ തോന്നണ ബുദ്ധിക്ക് നമ്മൾ ഓരോന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി സ്റ്റാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മുകളിൽ 1.5 kg ആണല്ലോ, അല്ല 2 kg വന്നു മുകൾ ഭാഗത്ത് കേട്ടോ. അപ്പോൾ 2 kg സ്റ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്യുക, സ്റ്റിക്കുമ്മലോ അതുപോലെ നൈഫുമ്മലൊക്കെ ബാലൻസ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ താഴെ കൈ വെച്ചിട്ട് തന്നെ സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. വെയിറ്റ് ഉള്ള കേക്കാകുമ്പോൾ ഞാൻ അങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് കുറയും. സപ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വീഴും. അപ്പോൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് പിന്നെ സെൻറ്റർ കറക്റ്റ് ആക്കി കൊടുക്കാമെന്ന് വെച്ചു. വെയിറ്റ് സൈഡ് അതിൻ്റെ ആ ഒരു അടിഭാഗമല്ലേ, അതൊന്നും പൊട്ടാതെ നമുക്ക് കിട്ടും വേണ്ട. അപ്പോൾ ഈ എടുക്കൽ തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കറക്റ്റ് സെൻറ്ററിലേക്ക് മാറ്റി വെക്കാം. കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നതിൻ്റെ ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഓരോ കേക്കും സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഫ്ലവേഴ്സ് മിക്സ്ഡ് ആക്കിയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റും റെഡും. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ എടുത്തു, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഞാൻ എൻ്റെ അടുത്തുള്ളതും കൂടി എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവർ കൊടുത്തയച്ചത് ഫുള്ള് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് വന്നിട്ടുള്ളത്. മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ ടോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ടോപ്പിലേക്ക് കൊടുക്കുമ്പോൾ കാണാനില്ല, ഫ്ലവറൊക്കെ അവിടെ ഇരിക്കണമുണ്ട്. അപ്പോൾ പിന്നെ സെൻറ്ററിൽ കൊടുത്തു. ഓരോ സ്റ്റാക്ക് ചെയ്ത ഭാഗത്തും ഓരോ ടയർ വരുന്ന ഭാഗത്തുമായിട്ടും ഞാൻ ഓപ്പൺ നോസിൽ വെച്ചിട്ട് കുറച്ച് ഹോൾസ് കൊടുത്തു. കാരണം അവിടെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കേക്ക് സ്റ്റാക്ക് ചെയ്ത സമയത്ത് പൊട്ടിയിരുന്നല്ലോ താഴെ ഭാഗം, അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അങ്ങനെ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു കുറച്ച് ടൈമും കൂടി വെക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഏകദേശം ഒരു 1-2 hours ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 1 മണിക്കൂർ ഞാൻ ഈ ഒരു കൂളറിൽ അകത്തും കൊടുന്ന് വെച്ചിട്ടുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഡെലിവറി അൽഹംദുലില്ലാ സേഫായിട്ട് തന്നെ അവിടെ എത്തി. കാറിലാണ് കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാറിൽ ഫ്രണ്ട് സീറ്റ് കണ്ട് ബാക്കിലേക്കാക്കിയിട്ട് ഫ്രണ്ടിലായിട്ടാണ് വെച്ചിട്ടുണ്ടായത്. അല്ല, ബാക്കിലത്തെ സീറ്റ് ഫ്രണ്ടിലേക്കാക്കിയിട്ട് ബാക്കിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഡിക്കിലും വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഡിക്കിലാകുമ്പോൾ നമുക്ക് ഒരു പേടിയാണ്, സീറ്റിൽ താഴെ ഭാഗത്ത് വെക്കണതാണ് സേഫ്. അപ്പോൾ ഇങ്ങനെ 4 ടയർ വെച്ചു. ഇതിപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് 3 kg 3 ടയർ 4 ടയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള 2 കേക്കും കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും കേട്ടോ, പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടാണ് അവിടെ താഴെ മുകളിൽ 2 കേക്കും കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ടിൻ സൈസിൽ ചേഞ്ച് വരുത്താൻ കഴിയില്ല, അപ്പോൾ ഈ കേക്കുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻസ് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏച്ചുട്ടിയമ്മ വച്ചിരിക്കും എന്ന് പറഞ്ഞത് പോലെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ എൻ്റെ മാക്സിമം ബെസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു കേക്കിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത കേക്കും ഈ ഒരു കേക്കും കാണാനും ലുക്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ടേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ കേക്കിൻ്റെ സ്റ്റോറികളും വന്നിട്ടുള്ളത്. ഏതൊരു കേക്ക് നമ്മൾ പഴയത് വരെ ചെയ്ത് കണ്ടു കഴിഞ്ഞാലും ഓരോ കേക്കിനും അതിൻ്റേതായ സ്റ്റോറീസ് ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ സ്റ്റോറീസ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സ്റ്റോറി വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഡാമേജ് ആവലും കാര്യങ്ങളല്ല, നമുക്ക് ഓരോ കേക്കിനും ഓരോ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് വർക്കും ഏറ്റെടുത്തിട്ട് ചെയ്യാം. കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിൽ എനിക്ക് ഹൈഡ് ചെയ്യണം കട്ട് ചെയ്യാനുള്ളത് വേണമെന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ് ഫുൾ ലെങ്ത്തിൽ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാക്സിമം കാണാൻ പറ്റുന്നത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും റെസിപ്പീസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്